വയനാട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രൂക്ഷ വിമർശനം നടത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. രാഷ്ട്രീയത്തിൽ നേരും നെറിയും വേണമെന്നാണ് വിമർശനം. NM വിജയന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള ബാധ്യത വയനാട്ടിലെ നേതൃത്വത്തിനുണ്ട് എന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. NM വിജയന്റെ കുടുംബവുമായി തിരുവഞ്ചൂർ നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ഒളിച്ചുകളി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണിയോടൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ലാന്ന് ബോധ്യമാണെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം നടത്തുന്നത് നമ്മൾ നടത്ത പേഴ്സണൽ ട്രാൻസാക്ഷൻസ് അല്ലേ. ദേ ഷുഡ് ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. അത് പറ്റില്ല എന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നുമില്ല. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇവരെ വിളിച്ച ശാന്തമായിട്ട് പ്രശ്നം തീർക്കണ്ടായിരുന്നു. ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവിടെ തന്നെ പോയി. തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല. ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയം ഇതുമാതിരി നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയമല്ല. സംഘടനത്തിലേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല. ഞാൻ വ്യത്യസ്തമായ അഭിപ്രായമുള്ളതാണ്. അത് ചെവി അറിയാതെ ഈ പ്രശ്നം അന്നേ സെറ്റിൽ ചെയ്യേണ്ടതായി. തട്ടി ഈ അവസാനത്തെ നിമിഷങ്ങളിൽ പറഞ്ഞ വാക്ക് വരയ്ക്കുന്നത് അത് നമ്മൾ നിൽക്കുന്ന പാർട്ടി തകരാതിരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മളൊക്കെ അടുക്കുന്നത്. സനിയ മനോമി വിവരങ്ങളുമായി. സനിയോ, ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ ഫോൺ സംഭാഷണം പുറത്തു വരുമ്പോൾ NM വിജയന്റെ കുടുംബത്തോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ കടബാധ്യത ഉണ്ടാക്കി വെച്ചത് വയനാട് നേതൃത്വമാണ് എന്ന് സമ്മതിക്കുന്ന രൂപത്തിൽ തന്നെയല്ലേ ആ ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത്. തനിക്ക് ഇത്തരം രീതികളോട് യോജിപ്പില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതേ സ്മൃതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ KPCC നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു തിരുവഞ്ചൂർ. നേരത്തെ പത്മജയും വിജേഷും അടക്കം ആരോപിച്ചതുപോലെ മറ്റ് സമിതി അംഗങ്ങളൊന്നും ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. ആ സമയത്താണ് തിരുവഞ്ചൂർ വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. തിരുവഞ്ചൂരിന്റെ സംസാരത്തിൽ നിന്നുള്ള അന്ന് വീട്ടിൽ വന്ന സമയത്തുണ്ടായ സംഭാഷണത്തിന്റെ ശകലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് സണ്ണി ജോസഫിനെ വിളിച്ച് ചോദിക്കണമെന്ന് പത്മജ പറയുമ്പോഴാണ് തനിക്ക് രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളോട് താല്പര്യമില്ല, പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം എന്ന് പറയുന്നത്. കൂടാതെ വയനാട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവും തിരുവഞ്ചൂർ ഉന്നയിക്കുന്നുണ്ട്. NM വിജയന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള ബാധ്യത വയനാട്ടിലെ DCC നേതൃത്വത്തിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയത്തിൽ നേരും നെറിയും വേണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. കൊടുക്കാമെന്ന് എന്തെങ്കിലും ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇമാതിരി തരികിട രാഷ്ട്രീയത്തോട് തനിക്ക് യോജിപ്പില്ല. ഇവർ തമ്മിൽ നടന്ന ട്രാൻസാക്ഷൻ, അതായത് NM വിജയനും അതുപോലെ DCC നേതൃത്വവും തമ്മിൽ നടന്ന ട്രാൻസാക്ഷൻ അല്ലേ, അത് അവർ തന്നെ തീർക്കണമെന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. ഏതായാലും തിരുവഞ്ചൂർ മാത്രമേ ഫോൺ എടുക്കുന്നുള്ളൂ എന്ന് പത്മജ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മറ്റ് അംഗങ്ങളാരും ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. ഒരു ദിവസം തിരുവഞ്ചൂർ വീട്ടിൽ വന്ന് സംസാരിക്കാൻ തയ്യാറായതായാണ് അവർ പറയുന്നത്. ആ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.